സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരസ്പരം വേദനയുടെ ആഴം തിരിച്ചറിഞ്ഞ് പൊറുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളോളം നല്ല രണ്ട് മനുഷ്യർ ഈ ലോകത്ത് വേറെ കാണില്ല. സത്യം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത്രയും കാലം കൊണ്ട് സാറിന് എനിക്ക് നന്നായിട്ടറിയാം. ശരികൾ മാത്രം ചെയ്യുകയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മനസ്സ് നിറയെ സ്നേഹം പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന സാറിന്റെ അതേ സ്വഭാവ കാദംബരി മുത്തശ്ശിക്കും. വെറും ദിവസങ്ങളുടെ പരിചയമുള്ളെങ്കിലും മുത്തശ്ശിയുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോയിട്ടുണ്ട് എനിക്ക്. നിങ്ങൾ രണ്ടാളും ഒരിക്കലും മരുമകനും അമ്മായിയമ്മയും ആകേണ്ടിയിരുന്നവരല്ല. സ്വഭാവ ഗുണം വെച്ച് നോക്കിയ അമ്മയും മകനും തന്നെ ആവേണ്ടിയിരുന്നവരായിരുന്നു. നീ ഇതെങ്ങനെ സഹിച്ചു മോളെ? ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് കരുതിയ എനിക്കാണ് തെറ്റിയത്. കൺമുന്നിൽ കണ്ടിട്ടും കിട്ടാത്ത സ്നേഹം കൊതിച്ച് ഇത്രയും നാളും നീ എങ്ങനെ ജീവിച്ചു മോളെ? അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ അമ്മയോടുള്ള സ്നേഹവും അമ്മയ്ക്ക് തിരിച്ച് അച്ഛനോടുണ്ടായിരുന്ന സ്നേഹമാണ് എന്നെ നിലനിർത്തിയത്. ആ സ്നേഹമാണ് എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ എന്നെ മകളായി അംഗീകരിക്കുമെന്ന് പ്രതീക്ഷ എനിക്ക് തന്നത്. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെ. മുത്തശ്ശി നേരത്തെ പറഞ്ഞ പോലെ ന്യായത്തിന്റെ തുലാസിൽ നോക്കുമ്പോ ഞാൻ തെറ്റുകാരി തന്നെയാണല്ലോ മുത്തശ്ശി. അമ്മ മരിച്ചത് ഞാൻ കാരണം തന്നെയല്ലേ? ഏയ്, എന്താ കുട്ടി പറയുന്നേ? നിന്നെ പ്രസവിക്കുമ്പോ നിന്റെ അമ്മ മരിച്ചെങ്കിൽ അതിന് നീ എന്ത് പഴച്ചു? അത് വിധിയാണ് മോളെ. അങ്ങനെയാണെങ്കിൽ അച്ഛനെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് എന്റെ അമ്മ മരിച്ചു പോയതും വിധിയല്ലേ മുത്തശ്ശി? അതിന് എന്റെ അച്ഛൻ എങ്ങനെ ഉത്തരവാദിയാവും? അമ്മ മരിച്ചു പോയതിന്റെ പേര് അച്ഛൻ എന്നെ ശത്രുവായി കാണുന്നത് ന്യായമല്ലെങ്കിൽ അതേ കാരണത്തിന് മുത്തശ്ശി എന്റെ അച്ഛനെ ശത്രുവായി കാണുന്നതിന് എന്ത് ന്യായമാണ് മുത്തശ്ശി? നേരത്തെ മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത്, വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സിലെ ന്യായത്തിന്റെ തുലാസ് ഒരു ഭാഗത്തേക്ക് ചായരുതെന്ന്. അച്ഛനെ പോലെ തന്നെ എന്റെ അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ മുത്തശ്ശി അച്ഛനെ വെറുക്കുന്നത്? രാധിക മാഡം, സാറിന്റെ കൂടെ അന്ന് ഇറങ്ങി വന്നതിന്റെ പേരില് ഈ കുടുംബം നേരിട്ടത് സാറിന് തന്നെ അറിയാം. ഒരു നിമിഷം സാറൊന്ന് കാദംബരി മുത്തശ്ശിയുടെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കണം. മകൾ എല്ലാം ഉപേക്ഷിച്ച് സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയ അതേ രാത്രി തന്നെ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടേണ്ടി വന്നൊരു സ്ത്രീയാണ് അവര്. ആ രാത്രി അവർക്ക് ഇരുട്ടി വെളുത്തത് 20 വർഷങ്ങൾക്ക് ശേഷം മീര ഈ വീട്ടിൽ വന്നപ്പോഴാ സർ. അത്രയും കാലം ഒരു മുറിയിൽ സ്വയം തളച്ചിട്ട് മകളെ ഓർത്ത് മനസ്സ് നേറി കഴിയുകയായിരുന്നു ആ അമ്മ. ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തശ്ശി, എന്റെ അമ്മ ആ മനസ്സിലെ സ്നേഹം മുഴുവൻ അക്ഷരമായി പകർന്നു വെച്ചിട്ട് പോയ ഡയറി ഏത്?
വായിച്ച മുത്തശ്ശിക്ക് അമ്മയുടെ മനസ്സറിയാം. ആ മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹം അറിയാം. കണ്ണേ, അമ്മയുടെ കൺമണിയെ, എൻ്റെ ഉള്ളിൽ നീ വളരുന്നതറിഞ്ഞ ഈ ദിവസം അമ്മയ്ക്കൊരിക്കലും മറക്കാനാവില്ല. അമ്മ മാത്രമല്ല വാവേ, നിന്റെ അച്ഛനും അച്ഛമ്മയും ഒക്കെ ഒത്തിരി സന്തോഷിച്ച ദിവസം ഇന്ന്. കുഞ്ഞിനെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. സാറൊന്ന് മനസ്സ് വെച്ച മഞ്ഞ പോലെ ഉരുകി ഒലിച്ച് തീരാവുന്നതേ ഉള്ളൂ. കാദംബരി മുത്തശ്ശിയുടെ വെറുപ്പും ദേഷ്യവും എല്ലാം പ്രായം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഏറെ ബഹുമാനം അറിയിക്കുന്ന ഒരു അമ്മയാണ്. എല്ലാത്തിനുപരി സാറ് ജീവനായി കണ്ട് സ്നേഹിച്ച രാധിക മാഡത്തിന്റെ അമ്മയാ അവര്. ആ മനസ്സ് തുറക്കണം സർ. എന്നാലേ അന്ന് രാത്രി എന്നോട് പറഞ്ഞ സാറിന്റെ മനസ്സിലെ ആ ഭാരം ഒഴിഞ്ഞു പോവും. രാധിക മാഡത്തിനെ ഏറ്റവും സ്നേഹിക്കുന്ന രണ്ടുപേർ ഇങ്ങനെ ശത്രുക്കളായിട്ട് തുടർന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് രാധിക മാഡത്തിന്റെ ആത്മാവ് തന്നെയായിരിക്കും സർ. കാദംബരി അമ്മയുടെ അനുഗ്രഹം സാറിന് ഗുണമേ വരുത്തൂ. സാറിന്റെ ഒരു വാക്ക് മതി എല്ലാം മായ്ച്ചു കളഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ. ആ വാക്ക് പറയാൻ സാർ മടിക്കരുത്. എന്റെ അച്ഛന് മാപ്പ് കൊടുക്കണം മുത്തശ്ശി. വേണ്ട ദേവ, മാപ്പ് പറയേണ്ടത് ഞാനാണ്. ഇത്രയും നാളും പകയുടെയും വെറുപ്പിന്റെയും ഇരുട്ടിൽ കഴിഞ്ഞ എന്റെ കണ്ണ് തുറപ്പിച്ചത് മീരയാണ്. മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോകുന്ന മക്കളോട്
ഏതൊരു അമ്മയ്ക്കും തോന്നുന്നത് അമ്മയ്ക്കും തോന്നിയിട്ടുള്ളൂ. തെറ്റ് ചെയ്തത് ഞാൻ അമ്മേ. അവളെ നഷ്ടപ്പെടാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നേ. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മകള് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് കരുതിയ ഒരു വിഡ്ഢിയായിപ്പോയി ഞാൻ. ഞങ്ങളന്ന് ചെയ്തു പോയി പ്രവർത്തിക്കും. ഞങ്ങളുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ടാവുമേ. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ സത്യത്തിൽ ഞങ്ങൾക്ക് ആ നിമിഷം സാധിച്ചില്ലേ. അവളെന്ന് അമ്മയുടെ രാധിക തന്നെയായിരുന്നു. അല്ല ദേവ, അവള് നിന്റെയായിരുന്നു, നിന്റെ മാത്രമായിരുന്നു. നീ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മീരി എന്നോട് പറഞ്ഞു. അമ്മയെ കണ്ടിട്ടില്ലാത്ത അവള് അച്ഛൻ എത്രത്തോളം അമ്മയെ സ്നേഹിച്ചിരുന്നു എന്ന് അറിയണമെങ്കിൽ അവളുടെ മരണശേഷവും ഇത്രയും കാലം എന്റെ കുഞ്ഞിനെ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് മീര കാണുന്നത് കൊണ്ടല്ലേ? നിന്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും ഇപ്പോഴും എന്റെ രാധികമോളുണ്ട്. ഞാൻ എന്റെ മക്കളോട് ചെയ്തിട്ടുള്ളതെല്ലാം ഒരമ്മയുടെ കടമ മാത്രമാണ്. പക്ഷെ ദേവ, നീ എന്റെ കുഞ്ഞിനെ ഒരു ദേവിയെപ്പോലെ മനസ്സിൽ കണ്ടവനാണ്. അത് തിരിച്ചറിയാതെ ഞാൻ ഇത്രയും കാലം ദേഷ്യവും വെറുപ്പുമായിട്ട് ഒരു കുരുടിയെപ്പോലെ കഴിഞ്ഞുകൂടി. എനിക്ക് നിങ്ങളോടുള്ള പക കാലം കഴിയുമ്പോൾ കുറഞ്ഞു പോകാതിരിക്കാനാ ഞാൻ എന്റെ ജീവിതം ഒരിരുട്ടുമുറിക്കുള്ളിലാക്കിയത്. ഒരമ്മ എന്ന നിലയിൽ എപ്പോഴെങ്കിലും നിങ്ങളെ വന്നൊന്ന് കാണണമായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് നോക്കി രണ്ടു വഴക്കു പറഞ്ഞ് മകളെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറയണമായിരുന്നു. അതൊന്നും ചെയ്യാത്ത ഞാൻ നിന്നെ എന്റെ മകളുടെ കൊലപാതകയായി കണ്ടുപോയി. എന്റെ വിവരമില്ലായ്മ എന്ന് കരുതി എന്നോട് ക്ഷമിക്കും മോനെ. എന്റെ കുഞ്ഞിനോടുള്ള ദേഷ്യം കാരണം മോള് മരിച്ചപ്പോ പോലും ഒരു നോക്ക് വന്ന് കാണാൻ ഞാൻ കൂട്ടാക്കിയില്ല. നൊന്തുപെറ്റ മകളോട് അവളുടെ മരണത്തിൽ പോലും ക്ഷമിക്കാത്ത ഞാനൊക്കെ ഞാനൊരമ്മയാണോ? ഏതുമിത്തിയിൽ ദഹിച്ചാലാണ് ഈ അമ്മയുടെ പാപം തീരുക? ദേവ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള എന്റെ അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് നിങ്ങളുടെ ശരി ഞാൻ അറിയാതെ പോയത്. ഇപ്പോ ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും അതെത്ര വലുതാണെന്നും ഞാൻ അറിയുന്നുണ്ട്. തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് പറയുന്നതാണ് ഈ തറവാടിന്റെ പാരമ്പര്യം. ക്ഷമിക്കണം മോനെ, എന്നോട് ക്ഷമിക്കണം. വേണ്ടമ്മേ, എന്റെ മുമ്പിൽ അമ്മ ഇങ്ങനെ ചെറുതാവരുത്. അത് എന്റെ ഒരു അപേക്ഷയാ. അമ്മ എന്നോട് പുറത്തു പോലെ രാധികയോടും പൊറുക്കണം അമ്മേ. അമ്മയെയും കുടുംബത്തെ
കുടുംബത്തെ വിട്ട് എന്നോടൊപ്പം ഇറങ്ങി വന്ന ആ നിമിഷം മുതൽ അവളുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ മരണം അടക്കം പലതും അറിഞ്ഞിട്ടും അവളിങ്ങോട്ട് വരാതിരുന്നത് അവളുടെ കണ്ണീരിന് ഒരു വിലയും കിട്ടില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നുണ്ട്. ഇവിടേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളെ കണ്ട് മാപ്പ് പറയണമെന്നും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം അവക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് എന്തേ മോനെ വന്നില്ല? അവള് വരുവായിരുന്നു. എന്റെ രാധിക നിങ്ങളുടെ സാമീപ്യമില്ലാതെ ഒരു അനാഥ പോലെ എന്റെ ഒപ്പം കഴിയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അമ്മേ, അവളെപ്പോഴും പറയുമായിരുന്നു നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ആ കുഞ്ഞുമായി അമ്മയുടെ മുമ്പിലെ കുഞ്ഞുമായി വന്ന് നിൽക്കണമെന്ന്. നമ്മുടെ കുഞ്ഞിന്റെ മുഖം കണ്ട അമ്മയെല്ലാം മറന്നു. നമ്മളെ അമ്മ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം എന്റെ അമ്മയെന്ന്. പക്ഷെ വിധി ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകാൻ കുറച്ചു വർഷം കാത്തിരിക്കേണ്ടി വന്നമ്മേ. കുഞ്ഞുണ്ടായപ്പോ അവൾ ഈ ലോകം വിട്ടുപോയമ്മേ. അമ്മയൊന്ന് വന്ന് കാണണമെന്ന് അവിടെ ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് എന്റെ രാധിക ദേവ, നിന്റെ ഈ കണ്ണീര് കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോവുക. ഒരു ദുരന്തം കാരണം ഇത്രയും നാളും കണ്ണീര് കുടിച്ചത് മതി. എന്റെ രാധികയ്ക്ക് വേണ്ടി എന്റെ കൊച്ചുമകളെ നീ എനിക്ക് കൊണ്ടു തന്നില്ലേ, അത് മതി. ഇനി അതിന്റെ പേരിൽ ആ വീട്ടിൽ ആരുടെയും കണ്ണ് നിറയരുത്. എന്റെ കുഞ്ഞു പോയി, അവളെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ആ സത്യം തിരിച്ചറിയണം. ദേവ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. മറിച്ച് സ്നേഹവും ബഹുമാനവുമാണ് എനിക്ക് നിന്നോടുള്ളത്. നീ നിന്റെ കുടുംബവും നന്നായിരിക്കണം. അതിനുവേണ്ടിയാണ് എന്റെ ഇനിയുള്ള പ്രാർത്ഥനകളെല്ലാം. കുശുമ, ആ മനസ്സിലിപ്പോ ഓടുന്നത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാം മറന്ന് കാദംബരിയമ്മ ആ കുടുംബത്തോട് പൊറുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും കരുതിയതല്ല മണി. ഈ കണ്ട കാലം അത്രയും മനസ്സിലിട്ട് നീറ്റിയ പ്രതികാരം മുഴുവൻ ഒന്നുമല്ലാതായി പോയില്ലേ? എന്നാര് പറഞ്ഞു? പ്രതികാരം തന്നെയാ. എന്റെ മനസ്സിന്ന് ആ പകയുടെ നീറ്റൽ എവിടെയും പോയിട്ടില്ല മണി, പോവുകയില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യാനാവും? അമ്മ എല്ലാവരെയും രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ? ആര് സ്വീകരിച്ചാലും ഞാൻ സ്വീകരിക്കില്ല. എന്റെ ജീവിതം ദുരിതങ്ങളിൽ ആഴുന്നത് ആ സാമദ്രോഹി കാരണം.
മനസ്സ് നൊന്ത് എന്റെ അച്ഛൻ സ്വയം മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തത് മഹാദേവനെയും കുടുംബത്തിനെയും ഉള്ളൊരുകി ശപിച്ചിട്ട് തന്നെയാ. ആ ശാപം ഒരു കാലത്തും ആ കുടുംബത്തെ വിട്ടു പോവില്ല മണി. ആര് പുറത്താലും ദേവന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ആ ശാപം ഒഴിയില്ല. ഇനി അമ്മ എന്റെ ശത്രുവാകേണ്ടി വന്നാലും ശരി, മഹാദേവനോട് ഞാൻ പൊറുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവന്റെ അന്ത്യം ഞാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല.